റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി. കൂടെയുള്ളത് സ്വന്തം ചെങ്ങായിയാണ് ജിബിൻ. ആൻഡ് നമ്മളുടെ കൂടെ ഇപ്പൊ ചേരുന്ന ആള് എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, വളരെ പ്രിയപ്പെട്ട സ്റ്റാർ ഷെയ്ൻ നിഗോ ആണ്. ഷെയ്ൻ ബ്രോ, നമസ്കാരം. നമസ്കാരം. ഹാലിലാണുള്ളത് അല്ലേ? അതെ, ഹാല് ഒരു വലിയ വിജയമായിട്ട് നല്ല ഹാലിലാണുള്ളത്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഷെയ്നിന് കിട്ടിയ നേരിട്ടുള്ള അഭിനന്ദനങ്ങൾ? ഞാനിപ്പോ ഇവിടെ ആദ്യത്തെ കുറച്ച് ദിവസം എറണാകുളത്ത് പോയിരുന്നു തിയേറ്റർ വെച്ചിട്ട്. പിന്നെ മലപ്പുറം, കോഴിക്കോട്, ഇവിടെ എല്ലാ ഷോയും ഞാൻ പോയ ഷോയും അതിനോടനുബന്ധിച്ച ഷോസ് ഞാൻ അന്വേഷിക്കുമ്പോ എല്ലാം ഫുള്ളായിരുന്നു. ആൾക്കാര് നല്ലൊരു റെസ്പോൺസ് നൽകിക്കഴിഞ്ഞ് ഭയങ്കര സ്നേഹം, ഒരുപാട് മെസ്സേജും ഒക്കെ കിട്ടുന്നു, നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നു. അടിപൊളി. അപ്പൊ എന്തായാലും അത് വലിയൊരു സന്തോഷം തന്നെയാണ്. നമുക്ക് ഒരു സിനിമ ഇപ്പൊ തിയേറ്ററിൽ നിന്ന് നമ്മൾ പണ്ടൊക്കെ പറയും സ്റ്റേജിൽ നിന്ന് നേരിട്ട് റെസ്പോൺസ് അറിയാം എന്ന് പറയുന്ന പോലെ തിയേറ്ററിൽ പോയിട്ട് ആ പടം കാണുമ്പോൾ ആ ഒരു ഇമ്പാക്ട് വേറെ തന്നെയാണ് അല്ലേ? അതെ, അത് ഞാൻ കഴിഞ്ഞ പടത്തോടെയാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. സത്യം പറഞ്ഞ ബൾട്ടിയിലൂടെ ആയിരുന്നു. അതിനു മുന്നേ ഞാൻ ഒറ്റ തവണ ഞാൻ ഒരു തിയേറ്റർ പ്രൊമോഷന് പോയിട്ടുണ്ട്. ആർഡിഎക്സിന്റെ സമയത്ത് ഒരു തിയേറ്ററിൽ ഞാൻ പോയിട്ടുള്ളൂ. കാര്യം എനിക്ക് പണ്ട് ഈ ക്രൗഡിൽ ഇറങ്ങാനും ഒക്കെ ഒരു എന്തോ ഒരു സഭാകമ്പം ഉണ്ടായിരുന്നു. നമുക്കൊരു അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞ പടത്തോടെ പറ്റി. പിന്നെ ഇത്തവണ എനിക്ക് എന്തായാലും നേരിട്ട് കാണുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇടയിലുള്ള എന്താ പറയാ, നമ്മളെല്ലാം ഇതുവരെ മീഡിയയിലൂടെയാണല്ലോ അറിയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കമന്റ്സിലൂടെയൊക്കെയാണല്ലോ അറിയുന്നത്. തീർച്ചയായിട്ടും ഇതിപ്പോ പടം കണ്ട ഉടനെയുള്ള അവരുടെ റെസ്പോൺസും റിയാക്ഷനും എന്തായാലും അവർക്ക് അവരുടെ ഫേസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അതെന്തായാലും നേരിട്ട് കാണാൻ പറ്റുന്നത് തന്നെയാണ് തിയേറ്റർ വിസിറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഞാൻ ചെയ്തു തുടങ്ങിയോടെ എനിക്ക് കിട്ടിയൊരു സന്തോഷം. ഓക്കെ, അപ്പോ ഈ ഹാൽ എന്ന് പറയുന്ന മൂവിയിലേക്ക് എത്തിയത്, ഒരു സിനിമ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ ഒരുപാട് സിനിമകൾ വരുന്നതാണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു സിനിമ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഷെയ്ൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ കഥയുടെ എനിക്ക് തോന്നിയത് ഇതിന്റെ ഒരു മെസ്സേജ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ഇപ്പോ എല്ലാ സിനിമയും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മെസ്സേജ് കൊണ്ടൊന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല സിനിമയ്ക്കും പല മാനദണ്ഡങ്ങളായിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുമ്പളങ്ങി നൈറ്റ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത് ആ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു കൊതി കൊണ്ടായിരുന്നു. ഇപ്പൊ കൊറോണ പേപ്പർ ചെയ്യുന്നത് പ്രിയദർശൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. അതിലെല്ലാം നമ്മൾ അതാ പറഞ്ഞത്, പല സിനിമയ്ക്കും പല മാനദണ്ഡങ്ങളായിരിക്കും. ഇപ്പൊ ബൾട്ടി ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആർഡിഎക്സ് ചെയ്യുന്നത് അതിന്റെ ആക്ഷനും പരിപാടിയും അല്ലെങ്കിൽ അത്തരം കൊമേഴ്ഷ്യൽ സിനിമകൾ ഭാഗമാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. ഈ സിനിമയെ പർട്ടിക്കുലർ എടുത്തു നോക്കിയാൽ ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ് ഈ സമൂഹത്തിന് ഇന്ന് ആവശ്യമുള്ളതാണ്. അത് എന്നാൽ നമ്മള് ഇപ്പൊ വളരെ സീരിയസ് ഫോർമാറ്റിൽ ഇപ്പൊ ഈടെയോ അല്ലെങ്കിൽ ഞാൻ പണ്ട് ചെയ്ത അത്തരം പടങ്ങൾ പോലത്തെ ഒരു സീരിയസ് ഫോർമാറ്റിലും അല്ല. ഇതൊരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ, തമാശയും ചിരിയും ഡാൻസും ഒരു കളർഫുൾ ആയ ഒരു പാക്കേജിങ്ങിലായതുകൊണ്ട് കൊണ്ടാണ് എനിക്ക് ഈ സിനിമ ചെയ്യാനുള്ള ഒരു അട്രാക്ഷൻ തോന്നിയത്. ഓക്കെ. ആൻഡ് ജോണി ആന്റണി അദ്ദേഹമായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര രസമായിട്ട് തന്നെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതെ, നമുക്ക് കൃത്യമായ ഗൈഡൻസ് ഉണ്ട് പല സമയത്തും. ഷെയ്ന് ഇത് ഇങ്ങനെയാണോ വേണ്ടത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ജോണി ചേട്ടന് ഒരു ഡൗട്ട് തോന്നിയാൽ അത് എന്നോട് ക്ലിയർ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ സിനിമ ഒരു കൂട്ടായ്മയുടെ സിനിമയായിരുന്നു. ഇപ്പൊ ഫുൾ എല്ലാരും ഒരുമിച്ച് നിന്ന് ചെയ്തെടുത്ത ഒരു സിനിമ എന്ന് പറഞ്ഞാലും തെറ്റില്ല. അത് ഒരു ക്രിയേറ്ററും സാധാരണ അങ്ങനെ ഉണ്ടല്ലോ ചില പടങ്ങൾ, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഇത് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ ജോണി ചേട്ടന്റെ കൃത്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ ഗൈഡൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ. അതൊക്കെ വലുതായിട്ട് ഗുണം ചെയ്തു എന്നാണ് എനിക്ക് ഇപ്പൊ പടത്തിന്റെ മൊത്തം കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇപ്പോ ഷെയ്നെ സമയത്തോളം പല സിനിമകൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമൊക്കെ വർക്ക് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ആർഡിഎക്സ് എന്ന് പറയുന്ന മൂവിയിലൊക്കെ ആക്ഷൻ രംഗങ്ങളൊക്കെ അത്രയും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ ചെയ്ത സിനിമകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും? 2 സിനിമകളുണ്ട്. ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് എനിക്ക് തോന്നുന്നത് വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞൊരു സിനിമ. അതിന് കൃത്യമായ നമ്മളുടെ ബോഡി ട്രാൻസ്ഫോർമേഷനും ഡാൻസും സ്റ്റണ്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തിരുന്നു. സ്റ്റണ്ട് ട്രെയിനിങ് ഉദ്ദേശിക്കുന്നത് ഈ ബാക്ക് ഫ്ലിപ്പ് അങ്ങനെയൊക്കെയുള്ള ബീച്ചിലുള്ള പ്രാക്ടീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ബൾട്ടിയാണ് അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ഫിസിക്കലി ഉള്ള വർക്ക്. പിന്നെ അതും കഴിഞ്ഞിട്ടേ വരുള്ളൂ ആർഡിഎക്സിന് നമുക്ക് ടൈം അത്യാവശ്യം കുറവായിരുന്നു. എന്റെ കൊറോണ പേപ്പർ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അധികം ഗ്യാപ്പില്ലാണ്ട് കയറേണ്ടി വന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു കിട്ടിയ ടൈമിലാണ് നമ്മൾ ചെയ്തത്. ആൻഡ് നമ്മളിപ്പോ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വലിയ എഫേർട്ട് എടുത്ത സിനിമകൾ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എത്തിയില്ല എന്ന് വരും. വലിയ എഫേർട്ട് എടുക്കാത്ത സിനിമകൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത തന്നെ മേലേക്ക് പോയി എന്ന് വരും. അപ്പൊ ഇത് രണ്ടും രണ്ട് എൻഡാണല്ലോ, ഒന്ന് ഒരു ഹൈ ഒന്ന് ലോ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്? നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് പോകുന്നത്? നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ്.
അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. നമുക്ക് നമ്മുടെ കർത്തവ്യം, നമ്മുടെ ജോലി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊമോഷൻസിന് പോവുക, നമുക്ക് ആൾക്കാരോട് കാണാൻ പറയാം. ആൾക്കാര് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ പടം വിജയിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പടം വിജയിക്കില്ല. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനെ നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാന്നുള്ളേ ഉള്ളൂ. ഇപ്പൊ അത് ഒരു കുട്ടിയുടെ വൈറലായ റീലുണ്ടല്ലോ, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു സിനിമയുടെ നിയോഗമാണ്. അതൊരു സിനിമ തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നത് എഴുതപ്പെട്ടതാണോ അല്ലെങ്കിൽ അത് ഓൺ ദ പ്രോസസ് ഉണ്ടായി തന്നെയാണോ എന്ന് എനിക്കറിയില്ല. വിധിയാണോ അല്ലെങ്കിൽ തീരുമാനങ്ങളാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അറ്റ് ദി എൻഡ് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അല്ലെങ്കിൽ ചിലപ്പോ ഒരു ആവറേജ് ആയിട്ടും പോവാം. ഈ 3 ഓപ്ഷനേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. എന്ത് വരുന്നു അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ ആലോചിക്കുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പണി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കുമല്ലോ ഇതൊക്കെ എന്തിനാ ചെയ്ത് വെറുതെ. അത് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ അത്രയും നോക്കി കഴിഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്ത് അത്രയും ഒട്ടും എനിക്ക് ഫിസിക്കലി ഹാർഡ് വർക്ക് ഒന്നും ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ വലറിയാൻ പഠിക്കൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുമ്പളങ്ങിനായിട്ട് ഞാൻ വളരെ ഒട്ടും എനിക്ക് സ്ട്രെസ് ഇല്ലാണ്ട് ചെയ്തൊരു പടമാണ്. അത് എനിക്ക് ഭയങ്കരമായ ഇന്ത്യ മൊത്തം എന്ന് പറയുമ്പോൾ എവിടെ പോയാലും എനിക്ക് ആ പേര് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അപ്പുറത്തൊരു കാര്യം എനിക്ക് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മളിതാ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ഹാല് കാണാത്ത ആൾക്കാരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് കൊടുത്ത പൈസക്ക് മുതലായിരിക്കും ഈ സിനിമ. അതിൽ കൂടുതൽ ഈ സിനിമയുടെ മെസ്സേജ് ഇന്ന് സമൂഹത്തിന് ആവശ്യമുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ പടം കണ്ട് നമ്മൾക്ക് എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ എല്ലാ മതക്കാരും ഒരേപോലെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ എന്താ പറയാ നമ്മൾ ഉയർത്തേണ്ടത്, നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിന് ഇങ്ങനൊരു സിനിമ ഇവിടെ വിജയിക്കേണ്ടത് ആവശ്യമാണ്. കാണാത്തവര് ഉറപ്പായിട്ടും കാണുക. തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും. നല്ല രീതിയിൽ അത് വന്നിട്ടുമുണ്ട്, നല്ല റിവ്യൂസും ഉണ്ട്. അതൊക്കെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക്സ് എ ലോട്ട്. എല്ലാവിധ ആശംസകളും. സിനിമ വലിയ വലിയ വിജയമാവട്ടെ, ഇനി വരാനിരിക്കുന്ന സിനിമകളും. താങ്ക് യു. ഓക്കെ, താങ്ക് യു.